അസർബൈജാനിലെ മഡ് വോൾക്കാനോ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് മഴ കാരണം പെട്ടുപോയതാണ്. ഇതാണ് മഡ് വോൾക്കാനോ. നമസ്കാരം. നമ്മൾ നടത്തുന്ന എല്ലാ യാത്രകളും നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. വലിയ പ്രതിസന്ധികൾ, അപകടങ്ങൾ എല്ലാം ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് 2024 മെയ്യിൽ അസർബൈജാനിലേക്ക് നടത്തിയൊരു യാത്ര ഉണ്ടായിരുന്നു. വലിയ അപകടത്തിൻ്റെ കഥയൊന്നുമല്ല, പക്ഷേ രസകരമായ ഒരു അനുഭവത്തിൻ്റെ കഥയാണ്. അസർബൈജാനിലെ ബാക്കുവിൽ നിന്ന് ഒരു 1.5 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒന്നാണ് മഡ് വോൾക്കാനോ. മഡ് വോൾക്കാനോ കാണാൻ വേണ്ടി അവിടെ എത്തിയപ്പോൾ അവിടെ മഴ തുടങ്ങിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ തന്നെ അവിടുത്തെ നാട്ടുകാരും ഡ്രൈവർമാരും എല്ലാം പറഞ്ഞു, ഇന്ന് നിങ്ങൾക്കിത് കാണാൻ കഴിയില്ല. കാരണം ഈ ബസ് നിൽക്കുന്നതിൽ നിന്നും ഇനിയും കുറച്ച് കിലോമീറ്ററുകൾ കാറിൽ യാത്ര ചെയ്യേണ്ടതുണ്ട്. അതിന് പറ്റില്ല. കാരണം ഇത് വോൾക്കാനോ വീണ ചളി പിടിച്ചിട്ടുള്ള മണ്ണാണ്. ഞങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്തത് പ്രതിസന്ധി പറയുമ്പോൾ അത് കേട്ട് മടങ്ങിപ്പോകാനല്ലല്ലോ, ഞങ്ങൾക്ക് കാണണം. അങ്ങനെ ഒരുപാട് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ ആ ഡ്രൈവർമാരുമായി സാധാരണയിൽ നിന്ന് കുറച്ചുകൂടി വില കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാത്ര പുറപ്പെട്ടു. സാധാരണ മഡ് വോൾക്കാനോ കാണാൻ പോകുന്ന ആളുകളുടെ അനുഭവമായിരുന്നില്ല ഞങ്ങൾക്ക്. അതൊരു ഗംഭീര അനുഭവമായിരുന്നു. ആ കഥ പറയാം. നിലവിൽ ലോകത്തുള്ള 700ഓളം വരുന്ന മഡ് വോൾക്കാനോകളിൽ 350 അസർബൈജാനിലുള്ളത്. ബാക്കുവിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോബുസ്ഥാൻ എന്ന സ്ഥലത്തെത്തും. മഡ് വോൾക്കാനോ അതായത് ചളിയിൽ മുങ്ങിയ പ്രദേശമാണ്. ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മഡ് വോൾക്കാനോകൾ കാണാം. അതിൽ പ്രധാനമായിട്ട് അറിയപ്പെടുന്നത് ടൊറാഗായ്, ബൊയു കനീസാത്ത്, ഗിലിഞ്ച്, ലോക്ബത്താൻ തുടങ്ങിയതാണ്. ഞങ്ങൾ ഈ മഡ് വോൾക്കാനോ കാണാൻ ബസ് നിർത്തി കാറിൽ യാത്ര പുറപ്പെട്ടതാണ്. അതൊരു ഗംഭീര യാത്രയായിരുന്നു. ആദ്യം തന്നെ ചളി പിടിച്ചിട്ടുള്ള പ്രദേശത്തൂടെയുള്ള യാത്ര വലിയ പ്രശ്നമൊന്നുമില്ല. മുന്നിൽ ഞങ്ങളുടെ കാറുകൾ പോകുന്നുണ്ട്. ആഘോഷപൂർവ്വം മരുഭൂമിയിലൂടെ ചെറിയ ചളിയുള്ള പ്രദേശത്തു കൂടെ അങ്ങനെ പോവുകയാണ്. ഇതൊരു രസകരമായ യാത്ര എന്ന ഫീലാണ് ഉണ്ടായിരുന്നത്. ഈ മഡ് വോൾക്കാനോ വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ്. തണുത്ത ചളിയുള്ള ഒരു പ്രദേശമാണ്. മാത്രമല്ല ഇവിടേക്ക് ഒരുപാട് വിദേശികളായ ആളുകൾ കാണാൻ വരുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ മഴ പെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുത്തുന്ന പ്രദേശമൊന്നും അത്ര വലിയ ചളി ഉണ്ടാകാറില്ല എന്നുള്ളതാണ് പറയാറുള്ളത്. സാധാരണ അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചളി, അതുപോലെ വെള്ളം, മീഥെയിൻ തുടങ്ങിയതാണ് ഈ പ്രദേശത്ത് ഈ വോൾക്കാനോകളിൽ പ്രധാനമായിട്ടും കാണാറുള്ളത്. വളരെ ആകാംക്ഷയോടു കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു മലയുടെ മുകളിലാണ്. ഒരു ചെങ്കുത്തായ മലയല്ലെങ്കിൽ കൂടി അത് കയറി പോവുകയാണ്. ഞങ്ങൾ കാറ്, വൃദ്ധരായ ആളുകളും മറ്റുമാണ് ഈ കാർ ഓടിക്കുന്നത്. അവരുമായിട്ട് ഒരുപാട് പേശിയിട്ടാണ് എത്തുന്നത്. പഴയ കാറുകളാണ്. 1970 മുതൽ 1990കൾ വരെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ലാഡാ നിവ എന്ന കാറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 1970കളിലാണ് ഈ കാറുകൾ ഇറങ്ങിയിട്ടുള്ളത്. ഈ കാറുകൾ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്. പഴയ സിനിമകളിലൊക്കെ കാണുന്ന അത്തരത്തിലുള്ള കാറുകളാണ് ഈ കാർ. ഈ കാറിൽ കയറിയിട്ടാണ് നമ്മുടെ യാത്ര പുറപ്പെടുന്നത്. ലാഡാ നിവ പോലെ തന്നെ ഉവാസ് എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു അന്ന്. ഉല്യനോവിസ് അവോമൊബൈൽസ് സബോയിത്ത് എന്ന പേരിലുള്ള ഒരു കമ്പനി. പിന്നെ പുതിയ കണ്ടുണ്ടെങ്കിൽ കൂടി ഒരു മിലിറ്ററി പർപ്പസ് അല്ല. ചളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഈ കാണുന്ന കോലത്തിൽ കാലിൽ ചളി ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. നമ്മൾ നടന്ന് കയറണോ എന്നാലോചിക്കുന്നു. മുന്നിൽ അതാ കാറ് കയറിപ്പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ആഘോഷപൂർവ്വം അത് കാണുന്നു, ചിരിക്കുന്നു. കാരണം ഈ പാമ്പും കോണിയും കളിക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് അടിച്ചു വിട്ടി മുകളിലേക്ക് എത്തും. അപ്പോൾ നമ്മളത് കയറി എൻ്റെ എത്തുമെന്ന് വിചാരിക്കുമ്പം അവിടുന്ന് താഴേക്ക് ഇങ്ങനെ താഴേക്ക് തിരിച്ച് കാറ് വരുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ കുറച്ച് നേരം കാത്തു നിന്നു. പിന്നെ ഞങ്ങളും ഞങ്ങളുടെ ശ്രമം ആരംഭിച്ചു. എങ്ങനെയെങ്കിലും മുകളിലെത്തണമല്ലോ, മുകളിലെത്തിക്കുക എന്നുള്ള അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കാത്തു നിന്നതിന് ശേഷം മുന്നിലെത്തിയാണ്. ഞങ്ങളെ ബാക്കിലുള്ള ഒരു വണ്ടി, ഞങ്ങൾ ഏറ്റവും ആദ്യം പുറപ്പെട്ടൊരു വണ്ടി, അതിൻ്റെ ഇടയ്ക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി സൈഡായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാത്തു നിന്ന്, ഇതാണ് ഞങ്ങളുടെ പുലി. ഞങ്ങളുടെ മിസ്തുബിഷിയാണ്, വേറൊരു പുലിയാണ്. പഴയ വണ്ടികൾ, പഴയ ആളുകൾ, അവരുമായിട്ടുള്ള സംസാരം, ഇംഗ്ലീഷ് അറിയാത്ത ആളുകളാണ്. അപ്പോൾ ഭയങ്കര രസമാണ്. അവരിങ്ങനെ എന്തൊക്കെയോ ഓതിത്തരും. രസിച്ചിട്ടാണ് പോകുന്നത്. ഒരു കാറ്, മഞ്ഞക്കാറ് കയറി. മഞ്ഞക്കാറ് കയറിയതോടുകൂടി ഞങ്ങളും പുറപ്പെട്ടു. ചളി ഇങ്ങനെ തെറിക്കുകയാണ്. ഈ ടയറിൽ നിന്ന് ഉള്ളിലേക്ക് ചളി തെറിക്കുന്നുണ്ട്. നമ്മളൊരു ടൂർ മൂഡിലാണ് രാവിലെ പുറപ്പെട്ടിട്ടുള്ളത്. എല്ലാകെ ചളിയായി. ഏകദേശം ഞങ്ങളിതാ മുകളിലേക്ക് കയറാൻ കയറ്റം ആരംഭിച്ചു. പിന്നെ ഒരു കയറ്റായിരുന്നു. ചിരിച്ചിട്ടും പേടിച്ചിട്ടും ആസ്വദിച്ചിട്ടും എല്ലാം കൂടെ കൂടിയിട്ട്. കാരണം ഇത് മുകളിലെത്തുമ്പോൾ താഴേക്ക് വരുമെന്നറിയില്ല. ഓരോരുത്തരുടെയും ടയർ പോയ വഴികളുണ്ട്.
ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മുകളിലേക്ക് എത്തുന്നത്. ഒരു വൃദ്ധനായൊരു മനുഷ്യന്, അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇടയ്ക്ക് നിർത്തും, എന്നിട്ട് വണ്ടിയിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് ചൂടായി പോയിട്ട്. ഇങ്ങനെയൊക്കെയാണ് ഇത് മുകളിലേക്ക് പോകുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ, അർമാൻ, നാസർക്ക, ലക്കി, നാസർക്ക, ഇതാണ് ഞങ്ങളുടെ ടീം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. അർമാൻ ഒരു ഭാഗത്ത് നടക്കുന്നു, നാസർക്ക നടക്കുന്നു, നാസർക്കയുടെ വൈഫ് സെക്കീൻത നടക്കുന്നു, ഞാനും നടക്കുന്നു. നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിൽ കവറിട്ടു, ഷൂ ഉണ്ടല്ലോ. എന്നിട്ട് ചളി, ലോഡ് കണക്കിന് ചളി നമ്മളുടെ കാലിലേക്ക് ഒട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ കവറ് ഇട്ടിട്ട് കവറിലേക്കും ചളി കയറാണ്. അങ്ങനെ പറ്റി പിടിച്ചിട്ടാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. ചളി കൂടി മഡ് വോൾക്കാനോയിലേക്കുള്ള യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഗൈസ്. ഏറ്റവും നല്ല വണ്ടി ഞങ്ങളെ വണ്ടി കയറിയില്ല. ഏതായാലും കുറച്ചും കൂടി നടക്കാണ്ട്, ഇനി നടന്നിട്ട് മഡ് വോൾക്കാനോ കാണും. അങ്ങനെ ഞങ്ങൾ നടന്ന് ഈ പെരിഞ്ചളിയിൽ മഡ് വോൾക്കാനോൻ്റെ അങ്ങനെ ഏതായാലും നടന്ന് മഡ് വോൾക്കാനുള്ള ഭാഗത്ത് അടിപൊളി എക്സ്പീരിയൻസ് മസ്റ്റായി. ഞങ്ങള് വോൾക്കാനോ ഒന്ന് കാണട്ടെ. ബാക്കുന്ന് ഒരു 64 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് നമ്മള് കോബുസ്ഥാൻ എന്ന സ്ഥലത്തെത്തി. ഇവിടെയാണ് മഡ് വോൾക്കാനോ, ചളി, ഇവിടെ ഒരു അഗ്നിപർവ്വതം, അഗ്നി എന്ന് പറയാൻ പറ്റൂല, ചളിപ്പർവ്വതം കാണാനുള്ള ഒരു യാത്രയിൽ മഴ പെയ്തത് കാരണം ഇതാണ് മഡ് വോൾക്കാനോൻ്റെ അവസ്ഥ. ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് കയറേണ്ടത്. ഇതിൻ്റെ മുകളിലേക്ക് കയറുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ടാസ്ക്. അത് പറ്റുമെന്ന് തോന്നുന്നില്ല മഴ കാരണം. ഞങ്ങൾ ചെറിയ വേറൊരു വോൾക്കാനുണ്ട്. ഇതൊക്കെ വോൾക്കാനോകളാണ്. ഇതിലൊക്കെ ചളിയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ദൂരെ ഒരു കടൽ പോലെ കാണുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഇതാണ് ഒരു വോൾക്കാനോൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറി ശ്രമിച്ച് നോക്കട്ടെ. ഇതാണ് മഡ് വോൾക്കാനോ എക്സ്പീരിയൻസ്. അടിപൊളിയാട്ടോ, ലൈക്ക് മസ്റ്ററിയാണ്. ഇത് ഇങ്ങോട്ട് വരാനുള്ള യാത്രയാണ് ബെറ്റർ. 60 മനകത്ത് പോയി അടിപൊളിയാണ്. ട്രെക്കിംഗാണ് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾ അസർബൈജാൻ വരെ മസ്റ്ററിയാണ്. നമ്മളെ ഗബാല പോണ വഴിയിലാണ് ഗോബുസ്ഥാൻ പറയുന്ന സ്ഥലത്ത്. അസർബൈജാനിലെ ചളിപ്പർവ്വതം, അഗ്നിപർവ്വതം എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ മഡ് വോൾക്കാനോകളാണ്. അതാണ് നമ്മൾ കാണുന്നത്. സോ